ശബരിമലയിൽ പണി കഴിപ്പിക്കുന്ന പുതിയ കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. നിലവിലുള്ള ഭസ്മക്കുളം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ കുളം നിർമ്മിക്കുന്നത്. സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ കുളം നിർമ്മിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു. ശബരിമലയിൽ നിലവിൽ മാളികപ്പുറത്തേക്കുള്ള ഫ്ളൈ ഓവറിന് താഴെയുള്ള ഭസ്മക്കുളം കൂടാതെയാണ് രണ്ടാമത് കുളം നിർമ്മിക്കുന്നത്. 18-ാം പടിക്ക് താഴെ വലിയ നടപ്പന്തലിന് പുറകുവശത്ത് സ്ഥാപിക്കുന്ന പുതിയ കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തന്ത്രി കണ്ഠരര് രാജീവരരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ചേർന്ന് നിർവഹിച്ചു. പുതിയ ഭസ്മക്കുളം എന്നാണ് ദേവസ്വം ബോർഡ് രണ്ടാമത് കുളത്തെ വിശേഷിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നിരുന്നു. രണ്ടാമത് കുളത്തെ ഭസ്മക്കുളം എന്ന് വിശേഷിപ്പിക്കാമോ എന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി ഇങ്ങനെ: ഒരു ഭസ്മക്കുളമുണ്ട്, ഇവിടെ പുതിയ ഭസ്മക്കുളം, രണ്ടിനും ഭസ്മക്കുളം എന്ന് തന്നെ വിളിക്കാൻ സാധിക്കുമോ? അല്ല, അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നത്തിന് നമുക്കിപ്പോൾ ആ സാങ്കേതികത്വത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഞങ്ങളുടെ വിഷയം ഒരു ദിവസം സീസണിൽ 1 ലക്ഷത്തിൽ പരം ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു ഭസ്മക്കുളം എന്ന് പറയുന്നത് നിങ്ങൾ താഴെ അവിടെ നമുക്ക് അത് നിലവിൽ അത് തുടരുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് വേണം. കൂടുതൽ സാങ്കേതിക വിദ്യയുടെ ശുദ്ധീകരണ സംവിധാനങ്ങളിൽ കൂടി, ആധുനിക സാങ്കേതിക വിദ്യ ശുദ്ധീകരണ സംവിധാനങ്ങൾ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വരട്ടെ. ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ഉദ്ദേശം. അത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ ഉദ്ദേശം അതാണ്. അതിനാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുന്നത്. അത് ഭസ്മക്കുളമാണോ ഇത് ഭസ്മക്കുളമാണോ എന്നുള്ളതല്ല പ്രശ്നം. വിഷയം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം. 6 മാസം കൊണ്ട് കുളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശം. അതായത് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഒരു ആധുനിക സാങ്കേതിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഭസ്മക്കുളം ഒരുക്കുവാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ടും ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിധേയമായിട്ടുമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. കുംഭൻ രാശിയിൽ ഇപ്പോൾ ഒരു ഭസ്മക്കുളമുണ്ട്. അത് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് മീനൻ രാശിയിൽ കൂടി ഒരു കുളം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തന്ത്രിയും ഒക്കെ ചേർന്ന് നിർവഹിച്ചത്. ഇത് 6 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ സമിതിയുടെ അംഗീകാരത്തോടെ നിർമ്മിക്കുന്ന കുളത്തിന് 15.72 മീറ്റർ വീതിയും 21 മീറ്റർ നീളവും ഉണ്ടാകും. 13 അടി ആഴത്തിൽ നിർമ്മിക്കുന്ന കുളത്തിന് 5 അടി ആഴത്തിൽ വെള്ളം ഉണ്ടാകും. ജനം സന്നിധാനം.